ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ്. ഇത് വന്നിട്ട് ഈ പൊടി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പരിപ്പ് പ്രത്യേകിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഈ മിക്സ് തന്നെ ഇട്ട് കൊടുത്താൽ മതി. നല്ല സാമ്പാറായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഈസി ആയിട്ട്. ഇതിന് 1 കപ്പ് സാമ്പാർ പരിപ്പ്, 1/4 കപ്പ് ഉഴുന്ന്, അതേ സെയിം അളവ് തന്നെ അരി എടുക്കുക. ഏതെങ്കിലും അരി മതി. കുറച്ച് വറ്റൽമുളക്, എരിക്കനുസരിച്ചുള്ള മുളക് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഒരു 15-20 മുളകിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി ഇടാനുണ്ട്. ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് പൊടിയാണ് ഇടുന്നത്. അതിൽ 1/4 കപ്പ് അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക. 1/4 കപ്പ് കടലപ്പരിപ്പ്, ഒരു 2 സ്പൂൺ ജീരകം ഇടാം, ഒരു 1/2 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ഉലുവ, പിന്നെ ഇതിൽ പച്ചമല്ലി ഇടാനുണ്ട്. ഇല്ലാത്തതുകൊണ്ട് പൊടിയാണ് ഇടുന്നത്. ഇപ്പം മല്ലി ആണെങ്കിൽ ഒരു 1/2 കപ്പ് മല്ലി ഇടണം. ഇത് മല്ലിയാണ് കൂടുതൽ സാമ്പാറിന് ചേരുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമായിട്ടിരിക്കും മല്ലി കൂടുതൽ ഇടുകയാണെങ്കിൽ. ഇപ്പം ഇതിൽ പൊടിയാണ് ഇടുന്നത്. നന്നായിട്ട് വറുത്തെടുത്തിട്ട് കായം, മഞ്ഞൾപ്പൊടി, ഒരു കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയാണ്, ആവശ്യമനുസരിച്ച് ഇടാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് കുറച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് സാധാരണ സാമ്പാർ വയ്ക്കും പോലെ മലക്കറി താളിച്ച് വേവിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് പുളിയൊക്കെ ആവശ്യമുള്ളത് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ പൊടി മാത്രം ഇട്ടതാണ്. ഇത് ഈ കളറിലാണ് വരുന്നത് ചെയ്ത് വരുമ്പോൾ. എന്നിട്ട് ആവശ്യമുള്ള മല്ലിയില ഒക്കെ ഇട്ട് കൊടുക്കുക. ഈസിയാണ്, ടേസ്റ്റുമാണ്.